നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയും മസാജൻ. ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള സിനിമകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകുമെന്ന് കരുതിയാണ്. ഇപ്പോൾ അടുപ്പിച്ച സിനിമകൾ കുറേ വരുന്നുണ്ടല്ലോ. എല്ലാം നല്ല നല്ല പടങ്ങൾ, വ്യത്യസ്ത പ്രമേയങ്ങൾ. ഇതിൽ നമ്മുടെ ജിത്തു ഡയറക്റ്റ് ചെയ്തൊരു പടമാണ്. ജിത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കണ്ട് കൈയടിച്ച ഒരു പടത്തിൻ്റെ രോമാഞ്ചം എടുത്തൊരു സംവിധായകൻ ജിത്തു. പിന്നെ ഇതിൽ ടെക്നീഷ്യൻസ് എല്ലാം നല്ല ടെക്നീഷ്യൻസ്. ആവേശം ഡാ മോനെ, ഇത് എന്തൊരു ഫഹദ് ഫാസിൻ്റെ വിളിയുണ്ട്, ഡാ മോനെ എന്ന് കേൾക്കുമ്പോൾ ഇത് എന്താ ഇതിങ്ങനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ പിന്നെ അറിയുന്നത് എടാ മോനെ എന്നൊക്കെ പറയുന്നത് ഒരു ഗുണ്ടയായിട്ടൊക്കെയാണ് ഒരു പുള്ളി. ഒരു നല്ല നടത്തിയും പോക്കും പലവും ഒരു സ്കെൽട്ടം ബോഡിയൊക്കെ വെച്ചിട്ടുണ്ട്. രസമായിരിക്കുന്നു ഫഹദ്. അപ്പോൾ എടാ മോനെ എന്നുള്ളത് അതിൻ്റെ ഭാര്യയാണ് പറഞ്ഞത്, ഇങ്ങനെ വിളിക്കുന്നതായിരിക്കും നല്ലതെന്ന്. നസ്രിയ, പിന്നെ നിർമ്മാതാക്കളിൽ ഒരാളാണ് നസ്രിയ. അൻവർ റഷീദ് അടുത്ത പ്രൊഡ്യൂസർ, രണ്ട് നല്ല യമണ്ടൻ പ്രൊഡ്യൂസേഴ്സ്, നല്ല ടെക്നീഷ്യൻസ്, സമീർ താഹിറിൻ്റെ ഫോട്ടോഗ്രാഫി, സുശീലിൻ്റെ അടിപൊളി മ്യൂസിക് ഒരു പ്രധാന ഘടകം തന്നെയാണ് കേട്ടത്. കയറുമ്പോഴേ നല്ല നല്ല മനോഹരമായ മ്യൂസിക്. 8-9 പാട്ടുകളാണത്. അതും അവസരത്തിനൊത്ത് എഴുതിയിരിക്കുന്ന പാട്ടുകൾ, നല്ല പാട്ടുകൾ. ആ പാട്ട് എഴുതിയ ആളിനെ കുറിച്ചൊക്കെ നമ്മുടെ ഡയറക്ടർ വാദോരാ സംസാരിക്കുന്നുണ്ട്. കാരണം നല്ല നല്ല വരികളാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ പടം സാധാരണ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല ഇത്. ഈ ജിത്തുവിൻ്റെ കഴിഞ്ഞ രോമാഞ്ചം അങ്ങനെ ആയിരുന്നല്ലോ, അതുമാണ് നല്ലത്. നമ്മളൊക്കെ പണ്ട് സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പബ്ലിഷ്ഡ് നോവൽ വായിച്ചിട്ട്, ഞാൻ കൂടുതലും മമ്മൂട്ടി പടങ്ങളായതുകൊണ്ട് മമ്മൂട്ടിക്ക് ഇണങ്ങുന്ന സബ്ജക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങളുടെ മുമ്പ് സിനിമ പ്ലാൻ ചെയ്തത്. പ്രത്യേകിച്ചും ഞാൻ 8-9 സിനിമകൾ വിജയ മൂവീസിനോട് ചെയ്തു. വിജയ മൂവീസ് നിർബന്ധമായിട്ട് മമ്മൂട്ടി വേണം. മമ്മൂട്ടി ഇല്ലാതെ ഒരു ചിത്രത്തെക്കുറിച്ച് അവർ ആലോചിക്കില്ല, അങ്ങനെയായിരുന്നു. പിന്നീട് മമ്മൂട്ടിയുടെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് മമ്മൂട്ടി ഇല്ലാതെ ഞാനൊരു വിജയ മൂവീസിൻ്റെ നിറഭേദങ്ങൾ എടുത്തത്. നിറഭേദങ്ങൾ നല്ല തിരസ്കേടില്ലാതെ ഓടിയൊരു പടമാണ്. അംബിക, ഗീത, പ്രതാപ് പോത്തനൊക്കെ അഭിനയിച്ചൊരു പടം. അത് തൃശ്ശൂരായിരുന്നു ഷൂട്ടിങ്. പിന്നെ അവരുടെ മമ്മൂട്ടി വെച്ച് ഞങ്ങൾ പടം ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് മമ്മൂട്ടി ഈ പടത്തിൻ്റെ ഇതുപോലെ കഥാപാത്രത്തിന് സാദൃശ്യമുള്ള പടമാണ് ഞാൻ ചെയ്യുന്നത്, അത് ഹരികുമാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടമാണ്, MTയുടെ കഥയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും മമ്മൂട്ടി വിടാൻ തീരുമാനിച്ചില്ല. അന്ന് മമ്മൂട്ടി മദ്രാസിലെ ഷൂട്ടിംഗ് ആയിരുന്നു. ഞങ്ങൾ വിജയ മൂവീസിൻ്റെ സ്ഥിരം മമ്മൂട്ടി വേണമല്ലോ. വീണ്ടും ഞങ്ങൾ കഥകൾ പലതും ആലോചിച്ചിട്ട് കിട്ടിയില്ല. മാത്രമല്ല ഈ കഥ ഒരു പ്രത്യേക കഥയായതുകൊണ്ട് മമ്മൂട്ടി തന്നെ എങ്ങനെ സഹായിച്ചു, ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മുരളിയെ അപ്രോച്ച് ചെയ്തുകൂടാന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു. കാരണം മമ്മൂട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ മുരളിയെക്കുറിച്ച് പറഞ്ഞല്ലോ. മുരളി നമ്മുടെ നല്ല നടനല്ലേ. അങ്ങനെയാണ് മംഗല്യസൂത്രം ഞാൻ ചെയ്തത്. നല്ല തരക്കെല്ലാം ഓടിയ പടമാണ്. കനകയാണ് അതിലെ നായിക. ജ്യേഷ്ഠനും അനുജനും, 2 അമ്മ 1 അച്ഛൻ മക്കളുടെ ഒരു കഥയായിരുന്നത്. നല്ല കഥയായിരുന്നത്. അത് മനോഹരമായിട്ട് ഓടി തൃപ്തിയായി. എങ്കിലും വിജയ മൂവീസിന് എപ്പോഴും ഒരു മമ്മൂട്ടി ഇല്ലെങ്കിൽ എന്നൊരു സംഭവം ഉണ്ടാണ്. പിന്നീട് മമ്മൂട്ടി ഡേറ്റില്ലാത്തപ്പോൾ ഒരു രഥോത്സവം പോലുള്ള സിനിമയൊക്കെ എടുത്തു. അനിൽബാബു ഡയറക്ടർ ഊട്ടിയിലെ മറ്റുമാണ് എടുത്തത്. അങ്ങനെ കുറേ സിനിമകൾ പിന്നെ മമ്മൂട്ടിയുടെ അവൈലബിലിറ്റി ഇല്ലാതാക്കിയപ്പോഴത്തേക്ക് എടുത്തു. മമ്മൂട്ടി എന്നെ പറയും, നിങ്ങൾ എന്നെ മാത്രം വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാതെ വേറെ നിങ്ങൾ സിനിമ എടുക്കുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. കാരണം ഈ സ്ഫോടനം എന്ന സിനിമയിൽ അന്ന് സുകുമാരനും സോമേട്ടനൊക്കെ അഭിനയിക്കുന്ന പടമായിരുന്നു. അതിൽ ആരോ ഒരാൾ പ്രത്യേകിച്ച് ഡേറ്റിൻ്റെ പ്രശ്നം വന്നപ്പം അതിൽ ഈക്വലായിട്ട് മമ്മൂട്ടിക്ക് റോള് കൊടുത്തു. അന്ന് മമ്മൂട്ടി ഒന്നും ആയിരുന്നില്ല. ചെറിയ 1-2 സിനിമകൾ സീനൊക്കെ അഭിനയിക്കുന്ന വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മമ്മൂട്ടി. അന്ന് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മമ്മൂട്ടി ഒരു അപ്രോച്ച് ചെയ്യുന്നതും. വിജയ മൂവീസിലെ ബാബു, അദ്ദേഹം ഇതിൽ പാർട്ട്ണറാണല്ലോ. പിന്നെ ഷീലാമ്മയും പാർട്ട്ണറാണ്. അങ്ങനെ ആ സിനിമയിൽ മമ്മൂട്ടിക്ക് നല്ല റോളാണ് കൊടുത്തത്. അപ്പോൾ അതൊരിക്കലും മറക്കില്ല മമ്മൂട്ടി. അപ്പോൾ അവർ തമ്മിൽ ഈ സത്യം പറഞ്ഞാൽ വിജയ മൂവീസിൽ അങ്ങനെ ഒരു മമ്മൂട്ടിയുടെ എമൗണ്ട് എത്രയാണ് ചോദിക്കില്ല. അവർ കറക്റ്റ് കൊടുക്കുന്ന മമ്മൂട്ടി വാങ്ങിക്കും, കൊടുത്തില്ലെങ്കിൽ മമ്മൂട്ടി പറയില്ല. അങ്ങനത്തെ ഒരു ബന്ധമാണത്. അങ്ങനെ നേരത്തെയുള്ള സിനിമകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പല പല സിനിമകൾ അങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. പിന്നീടാണ് നമ്മൾ പല സിനിമകളും മാറി ചിന്തിച്ചും എടുത്തൊക്കെ വന്നത്. അന്നത്തെ ഞാനീ പറഞ്ഞു വന്നത്, പണ്ട് ഞങ്ങൾ കഥകൾ നോക്കി അഭിനയിക്കുന്ന ആളിനെ നോക്കിയാണ് കഥകൾ തിരഞ്ഞെടുത്തത്. പിന്നീട് മാറി. പിന്നെ വിജയ മൂവീസിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വൈശാഖൻ എന്ന് പറയുന്നത് മമ്മൂട്ടി ചെയ്താലേ പറ്റുള്ളൂ, എന്നിട്ട് മമ്മൂട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഒരിക്കലും മമ്മൂട്ടി എന്നോട് തന്നെ പറഞ്ഞു, എടോ താൻ വൈശാഖൻ എന്ന കഥാപാത്രമാണ് തൻ്റെ ഇത്രയും സിനിമകളിൽ ഞാൻ സ്നേഹമുള്ള ശ്രമത്തിൽ ചെയ്തത് എന്ന് പറയായിരുന്നു. നല്ല അഭിമാനത്തോടെ പുള്ളി പറയും, എനിക്ക് നല്ല അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പ്. ഇപ്പോൾ ഇത് ഞാൻ
ഈ ഈയിടെ കണ്ട ഈ ആവേശം എന്ന സിനിമ കണ്ടതെന്ന് വെച്ചാൽ അത് പ്രത്യേക ജനുസിൽപ്പെട്ട കഥയാണ്. ഇത് നമുക്കൊരാളുടെ കഥ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ എൻ്റെ ഡയറക്ടറോട് എൻ്റെ ഒരു ലേഖാമേനോട് ഇൻ്റർവ്യൂവിനെ പറ്റി ചോദിച്ചു, നിങ്ങൾ ഈ കഥ എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിച്ചതെന്നോട് ചോദിച്ചു ഫഹദ് ഫാസിലിനോട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത്, ഞാനിത് കഥ ആദ്യം തീരുമാനിച്ചില്ല, എങ്കിലും ഫഹദ് ഫാസിൽ പറയുന്നത് ഫാഫ എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ. ആദ്യം കേട്ടവൻ എനിക്ക് മനസ്സില്ല ഫാഫ. അപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ആദ്യം ഇദ്ദേഹം പറഞ്ഞത് ഫഹദ് ഫാസിലിനോടല്ല, അൻവർ റഷീദിനോടാണ് കഥ പറഞ്ഞത്. അൻവർ റഷീദ് നല്ല പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്. കേട്ടാൽ പെട്ടെന്ന് പുള്ളിക്കാരനെ സ്ട്രൈക്ക് ചെയ്യും, ഇത് ഓടാൻ സാധ്യതയുള്ള പടമാണ്. അത് മാത്രമല്ല ചിത്തുവിനെ പോലെ ഒരു നല്ലൊരു ഡയറക്ടറും. അത് കേട്ടാണ് പുള്ളി ഫഹദ് ഫാസിലിനോട് ഒന്ന് അപ്രോച്ച് ചെയ്തോളൂ, കൊള്ളാം കഥ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു, റൂമൊക്കെ എടുത്തിരുന്ന് എഴുതി. പിന്നീടാണ് പുള്ളിക്കാരൻ്റെ സ്ഥിരം ആൾക്കുള്ള സോഷ്യൽ മ്യൂസിക് വരുന്നതും പിന്നെ എഡിറ്റും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പുള്ളി തന്നെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു എവിടെയോ ആരോട് ഈ ലേഖാമേനോട് ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കണ്ട് കോളേജിൽ പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ, അവർ സീനിയേഴ്സിൻ്റെ ശല്യം കാരണം പണ്ട് റാഗിങ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു പുറമേ നിന്നുള്ളൊരു ഗുണ്ടയെ അവർ അപ്രോച്ച് ചെയ്തിട്ട് ഇവരെ എങ്ങനെ നേരിടാം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നതും. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയട്ടെ, വാളെടുത്തവൻ വാളാൽ നമ്മുടെ അധോലോകം കൊണ്ടൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ബോംബെ ആയാലും കൽക്കട്ട ആയാലും ബാംഗ്ലൂർ ആയാലും ചെന്നൈ ആയാലും എവിടെ ആയാലും ആദ്യം കുറച്ച് കാലത്ത് ബഹളം കാണിക്കുന്ന ദാദാ പീസ് ചെയ്യുന്നവരൊക്കെ ജീവിതം നമുക്ക് കാണുന്നുണ്ട്. അത് വാളെടുത്തവൻ വാളാൽ തന്നെ ഞാൻ പറയുള്ളൂ. അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ഞാൻ പണ്ട് ബാംഗ്ലൂരിൽ ഒരു 2-3 വർഷം ജോലി ചെയ്തിരുന്നു. അവിടുത്തെ ഒരു രീതി ഒരു പ്രത്യേക രീതിയാണ്. അന്ന് ഈ രാഷ്ട്രീയമായിട്ട് ഒരാളുണ്ടായിരുന്ന ഒരു പേരെടുത്ത ഒരാൾ, വാട്ടാൾ നാഗരാജ് എന്നോ മറ്റോ, പുള്ളി കന്നഡ ചാലുവാലി എന്ന് കണ്ട് പറയുന്നിരുന്ന ഒരു സംഘടനയുടെ നേതാവാണ്. പുള്ളി ടെററാണ്. ഒന്ന് നല്ല മനുഷ്യനാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു മെലിഞ്ഞിട്ടൊരാളെന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിക്കലും കണ്ട് മെലിഞ്ഞിട്ടൊരാൾ. അതുപോലെ ഫഹദ് ഫാസിലെ ഈ ആള് വെള്ള പാൻസും വെള്ള ഷർട്ടും ഇട്ടിട്ട് പുള്ളിക്കാരുടെ കട്ടിയും മീശയ്ക്കോട്ട് വന്നാലും ടെററാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാണുമ്പോഴത്തേക്ക് ഒരു ഈ ഇവിടെ കണ്ട് ഡാ മോനെ, അപ്പോൾ ഈ വിളി എൻ്റെ കേൾക്കുമ്പം ഓ മലയാളിയാണല്ലേ. പിന്നെ പുള്ളിക്കാരൻ്റെ ഹെൽപ്പ് ആവശ്യപ്പെടുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ സംഘടനത്തിലേക്ക് പോകുന്നു. അതൊരു നമുക്ക് കഥയായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വാളെടുത്തവൻ വാളാൽ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ സ്ലാങ് എന്ന് പറയുന്നത്, ഈ ഒരു മലയാളിയായിട്ടൊരാൾ എന്തുകൊണ്ട് പകുതി കന്നഡയും പകുതി മലയാളം കൂടി സംസാരിക്കുന്നു എന്ന് തോന്നുമ്പം നമുക്ക് തന്നെ തോന്നുന്നു. പുള്ളിക്കാരൻ കഥയിൽ പറയുന്നുണ്ട്, എനിക്ക് ചെറുപ്പത്തിലെ എനിക്ക് അമ്മ നഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ ഇവിടെയാണ്, എങ്കിലും മലയാളം ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാവും ആ ഭാഷയ്ക്കുള്ള പ്രത്യേകത എന്തുകൊണ്ടിങ്ങനെ, അത് നമുക്ക് കൺവിൻസ് ആവും. അപ്പം ഞാൻ ഈ പണ്ട് ഞാൻ പറഞ്ഞില്ല, ബാംഗ്ലൂരിൽ ഞാൻ ജോലിയുള്ളപ്പോഴത്തേക്ക് ഈ HAL, മൈക്കോ, പിന്നെ കെൽട്രോൺ അല്ലല്ലോ, കിർലോസ്കർ, ഇങ്ങനെ കുറേ IT കമ്പനികൾ. പണ്ട് ഞാൻ പകൽ ജോലി ചെയ്യും, വൈകുന്നേരം ഇത് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യും. ഏതെങ്കിലും കമ്പനികളിൽ കൊണ്ട് അവിടെ നിന്ന് ഗേറ്റിന് മുമ്പിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. പുതിയ ആപ്ലിക്കൻസിന് അവിടെ പോസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും വിളിക്കും എന്ന് വിചാരിച്ചിട്ട് വെറുതെ നമ്മൾ ചെയ്യുന്നു, ആരും വിളിക്കാറൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അവിടെ ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ ഞാൻ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഹോട്ടലിൻ്റെ താഴെ അവരൊരു പെട്ടിക്കടയെന്ന് പറയും, അവിടെ പള്ളക്കെന്ന് പറയും, പള്ളക്കൊരു കട എന്ന് പറയും. അവിടെ ഈ തലശ്ശേരിക്കാരനൊരു, ഈ തലശ്ശേരിയെ കാസർഗോഡ് ഇച്ച എന്ന് പറയും, അവർ ഇച്ച എന്ന് പറഞ്ഞാൽ ഇക്ക എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെയാണ് കട, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് കട ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ പരിചയമില്ലാത്തപ്പോഴത്തേക്ക് അവിടെ കാണാൻ പോയി നിൽക്കും, കുറേ അവനോട് സംസാരിക്കും, കുറേ സമയം പോകും. പിന്നെ ഞാനിങ്ങനെ അതുവഴി നടക്കും. അന്ന് യശ്വന്തപുരത്താണ് ഈ കട. അവിടെ നേരെ നടന്ന് മല്ലേശ്വരം വഴി നടന്ന് നേരെ മെജസ്റ്റിക്കാണ് മെയിൻ സ്ഥലം. അന്ന് മെജസ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, അത് ഇപ്പോഴത്തെ മുഴുവൻ കെട്ടിടമാണ്. താഴെ ഒരു തടാകം പോലെ സ്ഥലമായിരുന്നു, കുഴിയുള്ളതായിരുന്നു. അതാണ് ഇപ്പം കംപ്ലീറ്റ് അടുത്ത ഇപ്പം ഒരു വലിയ കെട്ടിടങ്ങളായി. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിറ്റി റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് നമ്മൾ അടുത്ത അക്കരെ കാണാം. അവിടെയാണ് സിനിമ തിയേറ്റേഴ്സുകളുള്ള കബാലി, സംഘം, പിന്നെ കെമ്പേഗൗഡ, കുറേ സിനിമകൾ തിയേറ്ററിൽ അവിടെയാണ് നമ്മുടെ സിനിമ കാണാൻ പോകുന്നത്. എടുത്ത് പറയാൻ കാരണം അത് സാജൻ എന്നൊരു സിനിമ അവിടെ ഞാൻ ഈ കബാലി കണ്ടതാണ് ഓർക്കുന്നു. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട് എന്തെങ്കിലും ഞാൻ സിനിമയിൽ ഒരു അഭിനേതാവായിട്ട് വരികയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ പേര് സിദ്ദീഖ് എന്നുള്ളത് മാറ്റിയിട്ട് സാജൻ എന്നാവാം. അവിടെ വെച്ചാണ് ഞാനിങ്ങനെ ഈ ഇത് കണ്ടതൊക്കെയാണ്. ആരാധന എന്ന സിനിമ. ആരാധന പറയുമ്പം ഷർമിള ടാഗോറാണ് ഒരു നായിക, രാജേഷ് ഖന്ന. ചന്ദ ഹേത്തു മേരാ സൂരജ് ഹേത്തു എന്ന് പാട്ടൊക്കെ ഉള്ളതും. ഈ ഷർമിള ടാഗോർ നമുക്ക് കാണാൻ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരവസരമാണ്, ഓ ഞാൻ എന്നൊരു സിനിമാ നടനാവും
ഇവർ കാണാൻ പറ്റുമെന്ന് കരുതിയെന്ന് ഞാൻ പിൽക്കാലത്ത് ഈരാളി എന്നൊരു നിർമ്മാതാവ്, അദ്ദേഹം മലയാളത്തിലെ വലിയ നിർമ്മാതാവാണ്, കട്ട്കട്ട് വിനോദ മാസികയുടെ ഓണറായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ചുവന്ന ചിറകുകൾ എന്ന സിനിമ എടുക്കുമ്പോൾ എൻ്റെ ശങ്കരൻ നായർ സാർ എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ ഡയറക്ടർ. ശർമ്മ ടാഗോറാണ് നായിക. പോരെ ജയൻ സോമനൊക്കെ ഉള്ള പടം. അതിൽ ഞാനാണ് അസോസിയേറ്റ് ഡയറക്ടർ. അന്ന് ഞാൻ ശർമ്മ ടാഗോർ മാഡത്തിനോട് ചോദിക്കും, മാഡം പണ്ട് ഞാൻ ബാംഗ്ലൂരിൽ വന്ന് ഇങ്ങനെ ആലോചിച്ചു, സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്കന്ന്. ഈ മാഡത്തിനൊക്കെ എങ്ങനെ കാണാൻ പറ്റും? ഇപ്പോൾ അവർ ചിരിക്കും. നല്ല സ്ത്രീയാണ് അവർ. മാത്രമല്ല അവരെ മലയാളം പഠിപ്പിക്കുന്ന രീതി തന്നെ ഒരു പറയുന്ന രീതിയുണ്ട്. എന്നെ നിങ്ങൾ ഈ മലയാളം പഠിപ്പിക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കണം എന്ന് പറയും. കോനഹേ ചോദിക്കണമെങ്കിൽ നിങ്ങൾ പറയും ഇങ്ങനെ പറയണം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അവരിങ്ങോട്ട് പറയും. സുഖം തന്നെയല്ലേ? എൻ്റെ സ്ലാങ് ചോദിച്ചിട്ട് ഇപ്പോൾ ശ്രേയ ഘോഷാൽ പാടുന്നില്ലേ മലയാളം, മലയാളിയല്ലെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ നല്ലോലം മലയാളം. ഷൂട്ടിങ് വൈകുന്നേരം 6 മണിക്ക് കഴിഞ്ഞാൽ അവർ സവേര ഹോട്ടലിൽ താമസിക്കുന്നത് മദ്രാസിൽ. ഞാൻ വൈകുന്നേരം കമ്പനി വണ്ടിയിൽ സവേര ഹോട്ടലിൽ പോകും. എന്നിട്ട് പിക്ചേഴ്സ് എടുക്കാനുള്ള സീൻസ് ഇംഗ്ലീഷിൽ എഴുതും. പിന്നെ എനിക്ക് ഹിന്ദി എഴുതാനും അറിയാം. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഹിന്ദിയായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ 2 കൊല്ലം ജീവിക്കുമ്പം അവിടെ കന്നഡ ഉള്ള സ്ഥലത്തല്ല ഞാൻ കൂടുതൽ താമസിച്ചിരുന്നത്. അവിടെ ഞാൻ താമസിച്ചിരുന്നത് ശിവാജി നഗർ എന്ന് പറയും, കന്റോൺമെൻറ്റ് എന്ന് പറയും. അവിടെ കൂടുതലും ഉറുദുവാണ്, കന്നഡ കുറച്ചേ ഉള്ളൂ. യശ്വന്തപുരത്ത് കൂടുതൽ കന്നഡയാണ്. അപ്പോൾ യശ്വന്തപുരത്തുള്ള സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയത്. അപ്പോൾ അവിടെ കാസർഗോഡ് ഇച്ച വന്നിട്ട് രാവിലെ ചോദിക്കും, എന്താ മോനെ നാസ്റ്റാക്കിന എന്ന് ചോദിക്കും. എനിക്കെന്തറിയാം നാസ്റ്റാക്കിന. പിന്നെ അറിയുന്നത് നാസ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, കഴിച്ചോ എന്നുള്ളതാണ് ആക്കിന, നാസ്റ്റാക്കിന. അത് രസമായിരുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന പയ്യനാളുടെ പേര് റഹീം എന്ന മറ്റോ ആണ്. ആ പയ്യനൊരു തലശ്ശേരി കണ്ണൂർ രീതിയിലുള്ള ഭാഷയാണ്. ഞാനാണെങ്കിൽ കൊല്ലംകാരനുമാണ്. തിരുവനന്തപുരത്ത് ജനിച്ചെങ്കിലും കൊല്ലത്താണല്ലോ അഞ്ചൽ. ഏതായാലും ഒരു മിശ്രമായ ഭാഷയൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വൈകുന്നേരം കുറേ 4 ചെറുപ്പക്കാർ കാതിലിങ്ങനെ വെള്ളി കടുക്കനൊക്കെ ഇട്ട് കറുത്ത് ചരടൊക്കെ ഇട്ട്, ഈ പണ്ട് സർദാർജിമാരെന്നൊരു ഈ ഒരു വളയുണ്ടല്ലോ സ്റ്റീലിൻ്റെ, ഒരു 5-6 ചെറുപ്പം കിട്ടി വന്നിട്ട് പച്ച വാഴപ്പഴമൊക്കെ പിരിഞ്ഞ് കഴിക്കുന്നു, വിട്ടിരുന്നു. സോഡ എടുത്ത് ഗോലി സോഡ പൊട്ടിച്ച് കുടിക്കുന്നു. അതെന്തോ ലൂട്ടിങ് മാതിരി. അപ്പോൾ ഈ പയ്യൻ എന്നെ കാണിച്ച് എന്തോ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് മിണ്ടോ സംഭവം നിൽക്കുകയാണ്. എൻ്റെ അവന്മാരെ തന്നെ നോക്കും, ഇവനാറാ ഒരു മലബാറി എന്ന രീതി നോക്കും. ഞാനീ പേടിച്ച് പരസ്യം നിൽക്കുകയാണ് എന്തായാലും. അപ്പോൾ അവർ ചില ഉപയോഗിച്ച വാക്കുകൾ ഇന്ന് എനിക്ക് ഹൃദയസ്ഥമാണ്. അവർ പോയ ശേഷം ഞാൻ ഈ പയ്യനോട് ചോദിച്ചു. ഇവർ പോയപ്പോൾ അണ്ണെ ക്യാഷ് നിങ്ങളുടെ ചോദിച്ചു. അല്ല ഒരുത്തൻ ചോദിക്കണം, ಏನಲ್ಲೋ ನಮ್ಮ ಊರು ಬಂದು ಇಲ್ಲಿ ಅಂಗಡಿ ಮಾಡಿಬಿಟ್ಟು ನನ್ನ ಹತ್ರ ಕ್ಯಾಶ್ ಹೇಳ್ತೀಯಾ നിങ്ങളുടെ ചോദിക്കുന്നു. നമ്മ ഊര് ಬಂದು ಇಲ್ಲಿ ಅಂಗಡಿ ಮಾಡಿಬಿಟ್ಟು ನಮ್ಮ ಹತ್ರ ക്യാഷ് ಹೇಳ್ತೀಯಾ നിങ്ങളുടെ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ചീത്ത വാക്കുണ്ട്. ആ ചീത്ത വാക്കുമ്പോൾ എവിടെ പോയാലും ആദ്യം പഠിക്കുന്നതായിരിക്കുമല്ലോ. അത് നമുക്ക് പറയാൻ കൊള്ളത്തില്ല. അത് കന്നഡ അറിയാവുന്ന ആൾക്കാർക്ക് പ്രശ്നമാകും. അത് ഞാൻ പറയില്ല. ബാക്കി നല്ലൊരു മലയാളത്തിൽ ചീത്തയെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവർ പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അത് അവരിങ്ങനെ ഈ ലൂട്ടിങ്ങുള്ള സമയത്ത് ഇവരിങ്ങനെ റബഡി ഡ്രസ്സിങ് ഇറങ്ങും. ഒരു നേതാവ് മെലിഞ്ഞ ഒരാൾ അവിടെ എവിടെയെങ്കിലും കാണും. ആ പേരിലെന്മാർ വരും, പഴവരിഞ്ഞ് സോഡ പൊട്ടിച്ച് കുടിക്കും. എന്നിട്ട് വഴക്കുണ്ടാക്കണമെങ്കിൽ കാലി സോഡ, കുപ്പിയുടെ സോഡ ഇങ്ങനെ എടുത്തിട്ട് വേറെ സോഡ കുപ്പി അടിച്ച് പൊട്ടിച്ചിട്ട് ഭയങ്കര ഭീതി സൃഷ്ടിക്കും. പിന്നെ വഴക്കുണ്ടാകുന്നതിൽ തമ്മിൽ തല കൊണ്ട് ഇടിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ അവിടുത്തെ വിപ്ലവം. ഞാനത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പുതിയ ആളല്ലേ. അപ്പം ഞാൻ ചോദിച്ചു അവരെന്തായി പറഞ്ഞത്? അപ്പം അവൻ ചിരിച്ചു. ഞാനിവിടെ വന്നിട്ട് കുറേ നാളൊന്നും ആയില്ല, എങ്കിലും ഇവരുടെ ഭാഷയൊക്കെ എന്നെ കന്നഡ അറിയാം. ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്, കേൾക്കണോ ചോദിച്ചാൽ കേൾക്കണം. നമ്മ ഊര് ബന്ധു എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ಇಲ್ಲಿ ಅಂಗಡಿ ಮಾಡಿಬಿಟ್ಟು, ಇಲ್ಲಿ വെച്ചാൽ ഇവിടെ, ಅಂಗಡಿ വെച്ചാൽ കട, ಇಲ್ಲಿ ಅಂಗಡಿ ಮಾಡಿಬಿಟ್ಟು ഇവിടെ കടയുണ്ടാക്കിയിട്ട് ನಮ್ಮ ಹತ್ರ ക്യാഷ് ಹೇಳ್ತೀಯ, ഞങ്ങളുടെ ക്യാഷ് ಹೇಳ್ತೀಯ വെച്ചാൽ ക്യാഷ് വയ്ക്കുന്നു. ഇത് കട പഠിച്ചിരിക്കുക. നമ്മ ഊര് ബന്ധു ಇಲ್ಲಿ ಅಂಗಡಿ ಮಾಡಿಬಿಟ್ಟು ನಮ್ಮ ಹತ್ರ ക്യാഷ് ಹೇಳ್ತೀയ, ഇതിൽ ബാക്കി ചീത്ത വാക്ക്. പിന്നെ എന്തൊക്കെയാ പറയാനൊക്കെ പോകും. ഇത് ഞാൻ ഹൃദയസ്ഥമാക്കി വെച്ചിട്ട് പാട്ട് പോലെ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായത്. ഇത് പലരും കേൾപ്പിക്കും. അങ്ങനെയുള്ള പിന്നെ കന്നഡ നമ്മൾ കുറേ വാക്കുകൾ പഠിക്കും. ബസ്സിലൊക്കെ പോകുമ്പം ഒളಗಳ ಹೋಗ್ರಿ ഉള്ളിലോട്ട് പോകാൻ, കുത്കൊള്ളറി ഇരിക്കൂ, യാരു ಎಷ್ಟು ಬೇಕು എത്ര വേണം, പിന്നെ നാസ്ത എന്ന് തന്നെയാണ്. പിന്നെ കുറച്ച് വാക്കുകൾ വർത്തിനി, എന്നിങ്ങനെ കുറച്ച് വാക്കുകൾ അത്യാവശ്യത്തിനുള്ള മനസ്സിലാവുന്ന കന്നഡ വാക്കുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. ഞാൻ 1-2 വർഷം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ പറഞ്ഞ എല്ലാ സിനിമകളും അവിടെ കാണാൻ പോകും. ഏറ്റവും കൂടുതൽ സിനിമകൾ കാണുന്നത് ഹിന്ദി പടങ്ങളാണ്. അതിലാണെന്ന് ഈ ദോ രാസ്തെ എന്നൊരു പടമൊക്കെ, അതിൽ മുംതാസ്, രാജേഷ് ഖന്ന, അങ്ങനെ എല്ലാവരും പടം, ധർമ്മേന്ദ്ര, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഈ കിട്ടുന്ന പൈസയിൽ ഭൂരിഭാഗവും പുതിയ ജോലിക്ക് വേണ്ടി അപേക്ഷ അയക്കുക, പിന്നെ സിനിമ കാണുക. എങ്കിലും ലക്ഷ്യം ഒന്നുണ്ട്, കുറച്ച് പൈസ പിടിച്ചു വെച്ചുകൊണ്ട് ഒരു 1-2 വർഷം കഴിഞ്ഞ്
മദ്രാസി എന്ന ഹോളിവുഡിൽ പോയിട്ട് അവിടെ പോയിട്ട് സിനിമയിൽ കയറണം, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് മനസ്സിൽ മോഹം. ഈ സിനിമ കാണുന്നത് എനിക്ക് അന്ന് ഇന്നും ഭയങ്കര ഹരമാണ്, ഇപ്പോഴും അത് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാനിപ്പോൾ തുടർച്ചയായിട്ട് നല്ല കുറേ സിനിമകൾ കണ്ടു. ഇപ്പം കണ്ട സിനിമയാണ് ആവേശം. ആവേശം തീർച്ചയായിട്ടും കണ്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു പരത്തി പറഞ്ഞൊരു കഥയൊന്നുമില്ല. ഫഹദ് ഫാസിലാണ് എല്ലാം. പിന്നെ ഈ ചെറുപ്പക്കാരൊന്നും പരിചയസമ്പന്നമായ മുഖമൊന്നും അല്ല. പിന്നീട് മൻസൂർ അലിഖാൻ നല്ല വേഷം ചെയ്യിക്കുന്നത്. 2 ഗുണ്ടാ പിരിവുകളിൽ 2 ആൾക്കാരും സംസാരിക്കുന്നു, അടി ഇടി എല്ലാം നല്ല മനോഹരമായ ഫൈറ്റും മ്യൂസിക് 8-9 പാട്ട് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് നല്ല എഡിറ്റിങ്, മനോഹരമായ എഡിറ്റിംഗ് ഒക്കെയാണ്. ഇത് കണ്ട് പഠിക്കേണ്ട സംഭവം തന്നെയാണ്. 2 മണിക്കൂർ 2.25 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു. ഉഗ്രം പടം എന്ന് തന്നെ പറയാം. ഇനി ഏതായാലും ഇനി കൂടുതൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നല്ലൊരു പടം നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയാം. പിന്നെ ഈ പറഞ്ഞ മാതിരി വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വാളെടുത്തവൻ വാളാൽ. ആരും പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ ബാംഗ്ലൂരൊക്കെ അയക്കും. പണ്ട് ബാംഗ്ലൂരോ ഹൈദരാബാദിലൊക്കെ അയക്കുമായിരുന്നു. ഇപ്പം കൂടുതൽ കാനഡയിൽ അയക്കുന്നത്. കാനഡയിൽ അയക്കുമ്പോഴും നമ്മൾ പറയുന്നത് വെച്ചാൽ അവിടെ ജോലി സമ്പാദിച്ചുകൊണ്ട് പഠിക്കാമെന്നാണ് പറയുന്നതെങ്കിലും പിന്നീടുള്ള അറിവെന്താണെന്ന് വെച്ചാൽ കാനഡയിൽ പോകുമ്പോൾ ഈ ലഹരിക്ക് പിള്ളേർക്ക് അടിമപ്പെടുന്നു എന്ന് കേൾക്കുന്നു. പിന്നെ നല്ലവരെവിടെ പോയാലും നല്ലവരായിട്ട് ജീവിക്കും. ഇപ്പം ബാംഗ്ലൂരിൽ അവിടെ ധർമാരാം കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നല്ല രീതിയിൽ പഠിക്കും. പിന്നെ നഴ്സിംഗ് കൂടുതൽ പഠിക്കുന്ന പെൺകുട്ടികളെല്ലാം നല്ല നല്ല നഴ്സസ്സായിട്ട് വരും. പഠിക്കാനുള്ള പിള്ളേർ ഇവിടെ പോയാലും നന്നായിട്ട് പഠിക്കും. മോശപ്രവണത ഉള്ളവർ ഇങ്ങനത്തെ ഗ്യാങ്ങിൽ ഈ അധോലോകത്ത് വിടരുത് എന്നല്ലേ അപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് മാതാപിതാക്കൾ ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കും. അവർ പഠിക്കുന്നോ ഇല്ലേ, ബുദ്ധിമുട്ടുന്നോ എന്നുള്ളതൊക്കെയാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും അവർക്കും അറിയാം, ഈ കാലത്തെ ചെറുപ്പക്കാർക്കും അറിയാം അവരുടെ ജീവിതം മുമ്പോട്ട് എങ്ങനെ പോകണം. എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ എന്നാലും ശരി എനിക്ക് സിനിമയിൽ വരണം. സിനിമയിൽ അങ്ങനെ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടാക്കി സിനിമയിൽ വന്നു. സിനിമയിൽ വന്നിട്ട് കുറേ കഷ്ടപ്പാട് ഞാൻ സന്തോഷമായിട്ടാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മകൾ. അതാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ 1.5 രൂപ കൊണ്ട് ഞാൻ ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ സാർ എന്തുകൊണ്ട് സിനിമ വിട്ടിട്ട് വേറെ ജോലിക്ക് പോയില്ല, പഠിച്ചാണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകത കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. സിനിമ എന്ന് പറഞ്ഞ മോഹം ആ സിനിമ തന്നെയാണ്. സിനിമ മോഹിച്ചു പോയ ആൾക്കാർ വേറെ എങ്ങും പറ്റില്ല. ഞാനിപ്പോഴും ഈ പ്രായത്തിൽ ഞാൻ പറയുന്നു, ഞാൻ സന്തോഷവാനാണ്. സിനിമ കൊണ്ട് ഒരു സിനിമാക്കാരൻ എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ മോഹിച്ചു പോയാൽ അവിടെ പട്ടിണിയെന്നോ പരിവേഷമെന്നോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല. ഉള്ള ചിലവിൽ ജീവിക്കാൻ പഠിക്കണം. കുടുംബക്കാരെ എന്നവരെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ സിനിമാക്കാരനായില്ലേ. എൻ്റെ ആഗ്രഹം സിനിമ നടനായിട്ട് വന്നില്ലെങ്കിലും സിനിമ പിടിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാനും നിങ്ങളെന്നെ കാണുവാനും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുവാനും കാരണം ഞാൻ സിനിമാക്കാരനായതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. തുടർന്നും നമുക്ക് തമ്മിൽ കാണാം, സംസാരിക്കാൻ നിങ്ങളുടെ അപ്രീസിയേഷനൊക്കെ വേണം. നന്ദി, നമസ്കാരം.